അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹീം നാട്ടിലെത്തി. ഏറെ വേദനയോടെ ഓരോ ഖബറിടത്തിലും അദ്ദേഹം ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് സങ്കടത്താൽ വിങ്ങിപ്പൊട്ടും. കാരണം തൻ്റെ 23 വയസ്സായ മകനെ ഒരുപാട് ഉയരങ്ങളിലെത്തണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ 7 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്നത് ഇളയ മകൻ്റെയും പ്രസവിച്ച അമ്മയുടെയും കൂടപ്പിറപ്പ് കല്യാണം കഴിച്ച ഭാര്യയുടെയും ഖബറിടത്തിലേക്ക്. വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുൾ റഹീമിനെ വിളിക്കാൻ പോലും കുടുംബത്തിൽ നിന്ന് ആരും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്. കാരണം ഒരു കൊടും ക്രൂരതയുടെ നടുക്കത്തിൽ നിന്ന് ആ കുടുംബം ഇതുവരെ പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അബ്ദുൾ റഹീമിനെ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ അഫാന്റെ ചില കള്ളങ്ങൾ അബ്ദുൾ റഹീം നാട്ടിലെത്തിയതോടുകൂടി പൊളിയുകയാണ്. 65 ലക്ഷം രൂപ അമ്മയ്ക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ അഫാൻ, 75 ലക്ഷം രൂപ അച്ഛന് കടമുണ്ട് എന്ന് പറഞ്ഞ അഫാൻ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് തങ്ങളെ ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊടും ക്രൂരതയിലേക്ക് തന്നെ നയിച്ചതെന്നും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചതെന്നും അതിൽ നിന്ന് ഉമ്മ ഷെമി പിന്തിരിഞ്ഞതിലൂടെയുള്ള വൈരാഗ്യത്തിന് പുറത്താണ് എല്ലാവരെയും കൊന്ന് എലിവിഷം കഴിച്ച് ഞാനും മരിക്കാൻ തീരുമാനിച്ചതെന്നാണ് അഫാൻ പറയുന്നത്. അപ്പോൾ അഫാൻ്റെ രക്തത്തിലെ രാസപരിശോധന ഫലമൊക്കെ വന്നു. ശരീരത്തിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ മരണത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. പക്ഷേ അഫാൻ്റെ അച്ഛൻ അബ്ദുൾ റഹീം പറയുന്നു, ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾക്കില്ല. 15 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. അത് സൗദിയിൽ ബിസിനസ് തകർന്നതിൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ പേരിൽ തൻ്റെ സ്പോൺസർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 7 വർഷമായി താൻ ജയിലിലല്ല, പക്ഷേ ട്രാവൽ ബാൻ ഉണ്ട്, വരാൻ കഴിയാതെ ഇരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 65 ലക്ഷം രൂപ കടം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാത്രമല്ല ഏറെ നേരം ഈ അബ്ദുൾ റഹീം ഉമ്മയായ അല്ലെങ്കിൽ അബ്ദുൾ റഹീമിൻ്റെ ഭാര്യ ഷെമിയോടൊപ്പം ചിലവഴിച്ചു. അവർ ഉണരുമ്പോഴും ബോധം വരുമ്പോഴും ഒക്കെ ചോദിക്കുന്നത് ഇളയ മകൻ എവിടെ, മൂത്ത മകനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഷെമി ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഉമ്മ ഇതൊക്കെ അറിയുമ്പോൾ എന്താകും, നെഞ്ചു പൊട്ടി അവർ മരിക്കുമോ എന്നൊക്കെ ഉള്ളത് അറിയില്ല നമുക്ക്. കാരണം 23-കാരനായ മകൻ ചെയ്ത ക്രൂരതകൾ വാർത്ത പറയുന്ന നമുക്ക് പോലും സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ ഉമ്മ എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഫർസാനയോട് കുമ്പസാരമൊക്കെ നടത്തിയതിന് ശേഷമാണ് അഫാൻ ഈ കൊലപാതകങ്ങൾ ചെയ്തത്. ഞാൻ അമ്മയെയും സഹോദരനെയും അമ്മുമ്മയെയും വലിയച്ഛനെയും വലിയമ്മയൊക്കെ കൊന്നു എന്ന് ഫർസാനയുടെ കുമ്പസാരം നടത്തിയപ്പോൾ ഫർസാന ചോദിച്ചിരുന്നു, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും ഫർസാനയെ കൊല്ലാനായി വിളിച്ചു വരുത്തിയ സമയത്തുള്ള ഫോൺ സംഭാഷണം ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കാം. ഈ ഫോൺ സംഭാഷണത്തിൽ വളരെ ധൃതി പിടിച്ചാണ് അഫാൻ സംസാരിക്കുന്നത്. ഞാൻ ആ വർക്ക്ഷോപ്പിൻ്റെ എവിടെ എത്തി, നീ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വർക്ക്ഷോപ്പിൻ്റെ എവിടെ എത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫർസാന പറയുന്നു. ആ ശരി 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 എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്പീഡിൽ അഫാൻ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതായത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് റൂമിൽ അമ്മ മരിച്ച് കിടക്കുകയാണ് എന്നാണ് ഇയാൾ വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം ഈ അനിയനെ ഈ ഫർസാനെ കൊന്നതിന് ശേഷം അനിയനെ കൊല്ലുന്നു. വളരെ ക്രൂരമായി മൃഗീയമായുമാണ് കൊല്ലുന്നത്. സത്യത്തിൽ അഫാൻ്റെ അച്ഛൻ അബ്ദുൾ റഹീം നാട്ടിലെത്തിയതിന് ശേഷമാണ് അഫാൻ്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അഫാൻ ഇനി രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇയാൾ ഈ പണമൊക്കെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ഈ 65 ലക്ഷം രൂപ വീട്ടിൽ ചെലവിനായി ഉമ്മ പഴയിൽ നിന്ന് കടം വാങ്ങി റോളിംഗ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇല്ല, അത്ര രൂപയുടെ ബാധ്യത ഇല്ല എന്ന് അച്ഛൻ പറയുന്നത്. 75 ലക്ഷം രൂപയുടെ ബാധ്യതയില്ല, 65 ലക്ഷം രൂപയുടെ ബാധ്യതയും ഇല്ല. അപ്പോൾ ഇത്തരം ബാധ്യതകളില്ല, വെറും 15 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ അപമാന ഭാരത്താൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഉമ്മ വളരെ ദൂർത്താണെന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മയെ
മറ്റുള്ളവർ പറയുന്നതിൻ്റെ നാണക്കേട് കൊണ്ടാണ് അവരെയൊക്കെ കൊന്നതെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ ഇതിൽ ചില പരിശീലനങ്ങൾ, ഭീകര പരിശീലനങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഈ പോപ്പുലർ ഫ്രണ്ട് ആളുകളെ വളരെ മൃഗീയമായി കൊല്ലുന്ന രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചാണ് അഫാൻ ആളുകളെ, ബന്ധുക്കളെയും തൻ്റെ കാമുകിയെയും അനുജനെയും ഒക്കെ കൊന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞു കഴിയുമ്പോൾ എന്താകും ഈ അഫാൻ്റെ അവസ്ഥ? കാരണം പോലീസ് എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അഫാനെ രക്ഷിക്കാൻ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ? എന്തായാലും എത്രയൊക്കെ കരയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന് അറിയാം തൻ്റെ മകൻ ഒരു കൊടും കുറ്റവാളിയാണ്. സമൂഹത്തിന് മുന്നിൽ ഇനി തനിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയില്ല. സൗദിയിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച് പ്രവാസ ജീവിതം നയിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴാണ് ഓരോ പ്രവാസികളും സന്തോഷിക്കുന്നത്. മക്കളെയും ഭാര്യരെയും ഒക്കെ കൂടെ സന്തോഷകരമായി കുറച്ച് സമയം ചിലവഴിക്കാമെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇത്രയും ഗതികെട്ടൊരച്ഛൻ ഉണ്ടാകുമോ? നമ്മൾ ഇത്രയും ഗതികെട്ടൊരച്ഛനെ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കണ്ടിരിക്കുമോ എന്നുള്ള സംശയമാണ്. നമ്മൾ അച്ഛനമ്മമാരെ ഇപ്പോൾ കുറ്റം പറയും. ചിലപ്പോൾ വളർത്തു ദോഷമായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുന്നു, മക്കൾ എവിടെയൊക്കെ പോകുന്നു, ഇതൊക്കെ നമ്മൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്താം. പക്ഷേ ഒരു അച്ഛനും അമ്മയും വിചാരിക്കില്ല തങ്ങളുടെ മക്കൾ ക്രിമിനലാകും, കുറ്റവാളികളാകും, അവർ ലഹരി ഉപയോഗിക്കും, അവർ മറ്റേ അവസ്ഥയിലേക്ക് പോകുമെന്നൊന്നും ഒരു അച്ഛനും അമ്മയും, സ്വന്തം മക്കൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെയും അച്ഛനും അമ്മയും അത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ സാമ്പത്തിക ബാധ്യത എന്നാണ് പറയുന്നത്. ആ സാമ്പത്തിക ബാധ്യതയിൽ മരണം മുന്നിൽ കണ്ടവരെ കൊല്ലുക എന്നുള്ള പോംവഴി മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് അഫാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യം. മാത്രമല്ല ഇയാൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഉമ്മ ചത്തില്ലേ സാറേ എന്നാണ് ചോദിക്കുന്നത്. ഇയാൾ കിടക്കുന്ന 38-ാം നമ്പർ മുറിയിൽ നിന്നുകൊണ്ട് ഇയാൾ ചിരിക്കുകയാണ്. ഇയാൾക്കൊരു കൂസലുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആലോചനകളിലേക്ക് മാറും. എല്ലാവരും ചത്തോ എന്നുറപ്പിക്കുകയാണ്. ഇയാൾ ആ ആശുപത്രിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനായി ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഇയാൾ എല്ലാവരും ചത്തോ എന്ന് ഉറപ്പിക്കണം ഇയാൾക്ക്. മാത്രമല്ല ഈ കൊടും കുറ്റവാളിയെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി പോലീസുകാർക്ക് എന്ത് ചെയ്യാനാണ് എന്നറിയില്ല. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. കൊലയാളിക്കുമുണ്ട് ഈ പരിഗണന എന്ന് പറയുന്നത് പോലെ അവർക്കുമുണ്ട് നീതി എന്ന് പറയുന്നത് പോലെയാണ് അഫാനെ. കൊടും കുറ്റവാളിക്ക് താങ്ങും തണലുമാകേണ്ട ഒരു അവസ്ഥ കേരള പോലീസിന് വന്നു. എന്ത് ചെയ്യാൻ?